ഇപ്പോഴേ പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇങ്ങനെ ഇപ്പോൾ ലൈവിൽ വരാണ്ടായ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ലൈവിൽ വന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്നലെ മുതൽ ഒരു ഫേക്ക് ന്യൂസ് ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതും, ഞാൻ ICUവിലാണെന്നും വളരെ സീരിയസ് ആയി ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആരോഗ്യവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്രാനുമതി ലഭിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവാസി സമൂഹമാണ് വിശുദ്ധ മക്കയിൽ ഒരു യാത്രാനുമതി ലഭിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഇത് ജിദ്ദയിൽ നിന്ന് എംബസിയിൽ രജിസ്റ്റർ ചെയ്ത്, നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത്, മറ്റേതൊക്കെ മേഖലയിൽ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷിച്ചോ ആ മേഖലയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇന്ന് വരെ യാത്രാനുമതി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വിസിറ്റിംഗ് വിസയിലെത്തി ആ വിസിറ്റിംഗ് വിസയുടെ സമയം കഴിഞ്ഞ്, എക്സിറ്റ് വിസ നേടി അതിൻ്റെ സമയം കഴിഞ്ഞ്, റീ എൻട്രി വിസ അടിച്ച് അതിൻ്റെയും സമയം കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ മക്കയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മക്ക KMCCയുടെ ഹെൽപ്പ് ലൈനുമായി ആയിരക്കണക്കിന് ടെലിഫോൺ കോളുകൾ രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രസിദ്ധരായ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് മക്ക KMCCയും മക്കയിലെ പ്രവാസി സമൂഹത്തെ നാട്ടിലെത്തുന്നതിന് വേണ്ടി ചാർട്ടേഡ് വിമാനം പറന്നുയർത്തുന്നതിന് വേണ്ടി മക്ക KMCCക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ ആദ്യം പങ്കുവെക്കുകയാണ്. അതിന് നമ്മൾ മക്ക KMCC നൽകുന്ന ആകെ അതിനുള്ള മാനദണ്ഡം നിങ്ങളുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മക്ക KMCCയുടെ ഓഫീസിൽ പ്രിയങ്കരനായ മക്ക KMCC പ്രസിഡന്റ് പ്രിയങ്കരനായ കുഞ്ഞുമോൻ സാഹിബ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ മക്ക KMCCയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയങ്കരനായ മുസ്തഫ മുഞ്ഞംകുളം അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് നിങ്ങളുമായി സംബന്ധിക്കാൻ കാരണമായത്. ഇവിടെ ഇപ്പോൾ മക്ക KMCC ഒരുക്കുന്ന ചാർട്ടർ വിമാനത്തിന് എത്ര ആളുകളെ കിട്ടും എന്നുള്ള ഒരു കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൃത്യം 2 മണിക്കൂർ മുമ്പ് ഒരു ലിങ്കിലൂടെ ആളുകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ആ രജിസ്ട്രേഷൻ കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ 250ഓളം ആളുകൾ അതിൽ രജിസ്ട്രേഷൻ നടത്തുകയും ആ ആളുകൾ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഇതിൽ മക്ക KMCCയുടെ ലിങ്കിൽ ആപ്ലിക്കേഷൻ നൽകി അതിൻ്റെ പൂർണ്ണ ബയോഡേറ്റ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരുന്ന 10-ന് ജിദ്ദ കൊച്ചിൻ, അതുപോലെ തന്നെ 11-ാം തീയതി ജിദ്ദ കാലിക്കറ്റ് ഫ്ലൈറ്റിന് ശേഷം ആർക്കൊക്കെ അനുമതി ലഭിച്ചിട്ടില്ല ആ അനുമതി ലഭിക്കാത്ത ആളുകളുടെ പരിഗണനാ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഏറ്റവും അർഹരായ പൂർണ്ണ ഗർഭിണികൾ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് നാട്ടിൽ പോവേണ്ട വിദ്യാർത്ഥികൾ, ഇവരെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മക്ക KMCC പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള വിവരം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ലൈവിൽ വന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കയിലെ പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾ പേര് നിർബന്ധമായും എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ യാത്രാനുമതി ലഭിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട്, എംബസി നിർദ്ദേശിക്കുന്ന കാറ്റഗറിയിലുള്ള യാത്രക്കാർക്ക് മാത്രമാണ് നമുക്ക് യാത്രാനുമതി നൽകാൻ എംബസി തയ്യാറാവുകയുള്ളൂ. മക്ക KMCCക്കും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് എംബസി പറയുന്നത്, എംബസിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് രോഗികൾ, അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയുടെ ഡേറ്റ് കഴിഞ്ഞവർ, അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്നവർ, ഇവരെയാണ് എംബസിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ നിർബന്ധമായൊരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടത്, കാലാവധിയുള്ള പാസ്പോർട്ട് നിർബന്ധമാണ് യാത്രക്ക്. അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസ അല്ലാത്തവർ
ഫൈനൽ എക്സിറ്റ് അടിച്ച് ആ രേഖയുള്ളവർ, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇവിടെ ബുദ്ധിമുട്ടി ലോക്ക്ഡൗണായി നിൽക്കുന്ന റീഎൻട്രി വിസയിലേക്ക് നാട്ടിൽ പോകുന്ന ആളുകൾ, ഇവർക്കാണ് നമുക്ക് മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുക. ഇതിൽ തന്നെ ഏറ്റവും അനുയോജ്യരായ, ഏറ്റവും നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് മക്ക KMCC സ്ക്രീൻ ചെയ്തുകൊണ്ട് ആ ലിസ്റ്റ് എംബസിക്ക് ഞങ്ങൾ സമർപ്പിച്ച് എംബസിയിൽ നിന്ന് യാത്രാനുമതി ലഭിക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ 12-ാം തീയതിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുകയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സമൂഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മക്ക KMCC ശ്രദ്ധാപൂർവം അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ആയിരക്കണക്കിന് ആളുകൾ ആണ് ഇവിടെ ഇപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്ക KMCC ഓഫീസുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാരണം 2 മണിക്കൂർ ആഴപ്പോയേക്കും ലിങ്കിൽ കയറി നോക്കിയപ്പോൾ 200-ലധികം ആളുകൾ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം ആളുകൾ ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലൈവിലൊക്കെ നമുക്ക് പറയാനുണ്ടായതും നമ്മൾ പറഞ്ഞതും കാര്യങ്ങൾ ഇവിടുത്തെ കേരള ഗവൺമെൻറ്, നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഈ യാത്രാനുമതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിമാനം, ചാർട്ടേഡ് വിമാനമായാലും ഏതൊക്കെ വിമാനമായാലും ഏതൊക്കെ രീതിയിലാണോ എന്തൊക്കെ പേരുകളിട്ട് ആ യാത്രക്ക് വിളിച്ചാലും പറ്റില്ല, നമ്മുടെ പ്രവാസി സമൂഹത്തെ നാട്ടിലെത്തിക്കണം. അതിന് ഏത് രീതിയിലാണ്, ഏതൊക്കെ മാനദണ്ഡമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കണം. ഞങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് പറയുന്ന രീതിയിൽ ഏത് ക്വാറന്റൈനിൽ പോയി നിൽക്കുവാനും നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾ, പ്രവാസി സമൂഹം ശ്രദ്ധിക്കും. അത് നമ്മൾ തയ്യാറാണ്. കാരണം നമ്മൾ ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രവാസ ലോകത്ത് നമ്മൾ വരുന്ന ആളുകൾ, നമുക്ക് കോവിഡ് രോഗവുമായി ഞങ്ങൾ വരുന്ന ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ വേറൊരാളിലേക്ക് ആ രോഗം പടർത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് ആദ്യമേ ഞങ്ങൾ വാക്ക് തന്നതാണ്. ഈ പ്രവാസി സമൂഹത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് നൽകുകയും ഒരുപാട് ആളുകൾ സൗദി അറേബ്യയിൽ, വിശേഷ മക്കയിലൊക്കെ ഒരുപാട് ആളുകൾ പോസിറ്റീവായി അതിൻ്റെ ഇരകളായിക്കൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ക്വാറന്റൈനായും അതുപോലെ തന്നെ അവരുടെ റൂമുകളിലും വിശ്രമിക്കുകയാണ്. അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് 3 മാസത്തിലോളമായി അവർ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരുപാട് ആളുകളുടെ ബന്ധുക്കൾ നാട്ടിൽ മരണപ്പെട്ടിട്ട് ആ മരണാനന്തര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാതെ അവർ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട ആളുകളുണ്ട്, അവരിവിടെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ വിസിറ്റിംഗ് വിസയിലെത്തി ഇവിടെ പൂർണ്ണ ഗർഭിണികളായിക്കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. ഇവിടുത്തെ മക്കയിലെ ചെറിയ സ്ഥാപനങ്ങളിൽ അന്നാന്നത്തെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് ബോഫിയകളിലും ഹോട്ടലുകളിലും കഫ്തീരികളിലും ബാർബർ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ 3 മാസമായി ഇവിടെ ജോലിയില്ലാതെ ഈ ടാക്സി ഓടിപ്പിക്കുന്ന ഡ്രൈവർമാരടക്കമുള്ള ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ടിക്കറ്റിനോ അല്ലെങ്കിൽ ക്വാറന്റൈൻ പൈസയോ ഏത് രീതിയിൽ നിങ്ങൾ അതിന് വാങ്ങിയാലും കുഴപ്പമില്ല. ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സസ്വര നടപടിക്രമങ്ങൾ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ ഒന്നും തന്നെ സംസാരിക്കാനില്ല. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്, മക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ, കൃത്യമായി പറഞ്ഞാൽ മക്കയുടെ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിക്കൊണ്ടൊരു മലപ്പുറം സ്വദേശി ഇവിടെ ICUയിൽ ബോധരഹിതനായി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരുപാട് ആളുകൾ നിരന്തരമായി ഇവിടെ മക്കയിൽ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരണങ്ങളൊക്കെ ഒരു ആരോഗ്യപരമായി ഒന്നും പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്ക് നിരന്തരമായി നാളത്തെ അവരുടെ യാത്രാനുമതി ഞങ്ങൾക്ക് ലഭിക്കുകയില്ലേ, നമുക്ക് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ള വേദനയിൽ അവരുടെ ഹൃദയം പൊട്ടിയാണ് ഓരോരുത്തർ മരണപ്പെടുന്നത്. അത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റുകളുടെ അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് മക്ക KMCCയുടെ ഈ ചാർട്ടേഡ് വിമാനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്ക KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ സാഹിബ്, അതുപോലെ തന്നെ മക്ക KMCCയുടെ പ്രഗത്ഭനായ സെക്രട്ടറി ബഹുമാനായ മുസ്തഫ മുഞ്ഞംകുളം എൻ്റെ അടുത്തുണ്ട്. അവർ നിങ്ങളോട് അല്പം ഈ വിഷയവുമായി സംബന്ധിക്കുന്നതാണ്, ഓരോരുത്തരായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണവും ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് മക്ക KMCC ഇങ്ങനെ ഒരു ലൈവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. സൗദി നാഷണൽ KMCC കീഴിൽ നാട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്ന യാത്രക്കാരെ യാത്ര അയക്കുന്നതിന് വേണ്ടി നമ്മൾ റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനും ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അതുപോലെ തന്നെ ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും
ചാർട്ടർ വിമാനങ്ങൾ തയ്യാർ ചെയ്യുക എന്നുള്ള തീരുമാനപ്രകാരം സൗദി നാഷണൽ KMCC മുൻകൈ എടുത്തുകൊണ്ട് സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിലുള്ള സെൻട്രൽ കമ്മിറ്റികളുമായി കൈകോർത്തുകൊണ്ട് യാത്രാ വിമാനം ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു. നമ്മൾ കേരള സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യൻ എംബസിയെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുകയും അവരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ നിലപാട് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് മക്ക KMCC ഇത്തരമൊരു പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ യാത്രക്ക് പ്രയാസപ്പെട്ട് റൂമിൽ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ, റൂമിന് വാടക കൊടുക്കാൻ പണമില്ലാതെ യാത്രക്ക് പ്രയാസപ്പെടുന്ന, എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന ഉദ്ദേശത്തോടു കൂടി മാനസികമായി സമ്മർദ്ദത്തിലായിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയുമായി മക്ക KMCC മുന്നിട്ടിറങ്ങിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ, കൃത്യം 2:30 നമ്മൾ ഇങ്ങനെ ഒരു ലിങ്ക് തയ്യാറാക്കി വോയിസ് മെസ്സേജ് ഇട്ട് 4:30 നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 250ഓളം വരുന്ന ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തു. നമ്മളിതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ആളുകൾ ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഇത് മക്കയിൽ മാത്രം കണക്കാം. ഇതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിലുള്ള ജിദ്ദയിലും റിയാദിലും അതുപോലെ തന്നെ ദമ്മാമിലും മറ്റ് സൗദി നാഷണൽ KMCC കീഴിലുള്ള 40ഓളം സെൻട്രൽ കമ്മിറ്റി കീഴിൽ എത്രത്തോളം ആളുകൾ യാത്രക്ക് തയ്യാറായി മാനസികമായി പ്രയാസപ്പെട്ട് വീടിനുള്ളിൽ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഭരണകൂടങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോരുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇവിടെ പ്രവാസ ജീവിതം അവസാനിക്കുന്നില്ല. പ്രവാസികൾ മുഴുവനും നാട്ടിലേക്ക് മടങ്ങിപ്പോരുന്നില്ല. ഏകദേശം GCC കൺട്രികളിൽ 30 ലക്ഷത്തോളം മലയാളി സമൂഹം ജീവിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം. അവർക്ക് ജോലി നഷ്ടപ്പെട്ടോ അതല്ലെങ്കിൽ ജോലിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടോ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടോ ലീവിലോ അതല്ലെങ്കിൽ ഫൈനൽ എക്സിറ്റിലോ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ബാക്കി ഇവിടുന്ന് പോരുന്ന ആളുകളൊക്കെ അവരുടെ കുടുംബാംഗങ്ങളും താൽക്കാലികമായി വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകളൊക്കെയാണ്. അതല്ലാതെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രവാസികൾ മുഴുവൻ നാട്ടിലേക്ക് വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കുടുങ്ങിക്കിടന്നുള്ള പ്രായം ചെന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നാട്ടിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ട വിദ്യാർത്ഥികൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവരെയാണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മുൻകൈ എടുത്ത് നമ്മൾ ഈ പരിപാടിയുമായി പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളുമായൊക്കെ മുന്നിട്ട് വരുന്നത്. നമുക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇറക്കാൻ ആഗ്രഹമുണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ ചെയ്തത്. സത്യത്തിൽ ഇവിടെ സർക്കാരുകൾ ചെയ്യേണ്ടത് സർക്കാർ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിലൂടെയാണ് ആളുകളെ കൊണ്ടുപോകേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ 2 സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, 100 കണക്കിന് വിമാനങ്ങൾ എയർ ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്പൈസ് ജെറ്റിന് മാത്രം പെർമിഷൻ നൽകി ആ സ്പേസ് ജെറ്റിന് മാത്രമാണ് നമ്മൾ ചാർട്ടർ വിമാനമായി ഉപയോഗിക്കുന്നത്. സത്യത്തിൽ എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ് വിമാനങ്ങൾ ഇറക്കിക്കൊണ്ട് ഇവിടെ പ്രയാസപ്പെടുന്ന ആളുകളെ കൊണ്ടുപോകാനായിരുന്നു സംസ്ഥാന കേന്ദ്ര സർക്കാരും ഇതിലൊക്കെ മുൻകൈയെടുക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തുള്ള തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ നമുക്കുണ്ട്. ഈ എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ച് നമുക്ക് വിമാനം ഇറക്കാനും അവരെ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കാനൊക്കെ നമ്മുടെ സർക്കാരുകൾ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാരുകൾ അതിൽ നിന്നൊക്കെ
മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായത്. നേരത്തെ ക്വാറന്റൈന് പൈസ വേണമെന്ന് പറഞ്ഞു, പിന്നീട് സർക്കാർ ഷെഡ്യൂൾ പ്രകാരമുള്ള വിമാന ചാർജ് ഈടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത്തരത്തിലൊക്കെ നമ്മുടെ പ്രവാസികളെ പല രൂപത്തിൽ വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് രണ്ട് സർക്കാരും ഒരു വ്യത്യാസവുമില്ല. ഒരു സർക്കാർ ഒരു രൂപത്തിലാണെങ്കിൽ മറ്റു സർക്കാർ മറ്റൊരു രൂപത്തിലാണ് പ്രവാസികളോട് പെരുമാറുന്നത്. ഞാൻ അടിച്ചാക്ഷേപിക്കല സർക്കാരുകൾക്ക്. ഒരു ജനകീയ സർക്കാരാകുമ്പോൾ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടെ അല്ലെങ്കിൽ സ്വജാധിപത്യ സ്വഭാവത്തോടു കൂടി ആയിരിക്കരുത് ജനാധിപത്യ സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പരമാവധി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, സമൂഹത്തിന് മനസ്സ് സമാധാനപ്പെടുന്ന പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കോവിഡ് മൂലം ഈ പ്രവാസ ലോകത്ത് 150ഓളം മലയാളികൾ മരണപ്പെട്ടു. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകളാണ് മരണപ്പെട്ടത്. ഈ 150ഓളം വരുന്ന മലയാളികൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ പേരിന് കോവിഡ് പോസിറ്റീവ് ആകുകയും ബാക്കി മുഴുവൻ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടിട്ടാണ് ഇവർ മരണപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ റൂമിനകത്ത് കഴിയുന്ന സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു നമുക്ക് പറയാവുന്ന ഒരു പരിധി വരെ ആളുകൾ മാനസിക സമ്മർദ്ദത്തിലാണ്. കുറേ ആളുകൾ നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഉറക്കില്ല എന്നാണ്. ഉറക്ക് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടിലേക്ക് എന്ന് പോകാൻ പറ്റും, അവരുടെ നാട്ടിലെ കുടുംബങ്ങളിലേക്ക് എന്ന് എത്തിപ്പെടാൻ പറ്റുന്നുള്ള മാനസിക പ്രയാസത്തിലാണ് അവരുള്ളത്. അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലകപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, രോഗികളായിട്ട് ആളുകളുണ്ട്. ഇവരൊക്കെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയും സർക്കാരുകൾക്ക് അവസരമുണ്ട്. ഇവിടുന്ന് ആയിരക്കണക്കിന് ആളുകൾ പോരാനുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ പ്രവാസി സമൂഹത്തെ, പ്രയാസപ്പെടുന്ന പ്രവാസി സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി പരമാവധി ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട പ്രവാസി സമൂഹത്തെ സഹായിക്കണമെന്നാണ് എനിക്ക് വൈകിയ വേളയിൽ ഉയർത്താനുള്ളത്. ഇവിടെ മക്ക KMCC തയ്യാർ ചെയ്യുന്ന ചാർട്ടർ ഫ്ലൈറ്റിൽ നമ്മൾ ഒരു 25% ആളുകളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ടിക്കറ്റും അനുബന്ധ സൗകര്യങ്ങളും ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകളുമായി കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ മക്കയിലെ ബിസിനസ്സുകാരും അതുപോലെ തന്നെ സാമ്പത്തികമായി ഉന്നതിയിലുള്ള ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവരെ യാത്രയാക്കുന്നത്. ഇതിൽ 180 ആളുകളെ നമ്മൾ യാത്രയാക്കുമ്പോൾ അതിൽ 25 ആളുകളെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മക്ക KMCC അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ചാർജ് ഈ മക്കയിലെ പ്രവാസി സമൂഹത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അവരെ യാത്ര അയക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ചാർട്ടർ ഫ്ലൈറ്റ് എടുക്കുന്നത്. ഇതൊരു ബിസിനസ്സോ അതല്ലെങ്കിൽ ഇതൊരു ലാഭം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയോ അല്ല. എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട പ്രവാസി സമൂഹത്തെ നാട്ടിലെത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഇതിന് പിന്നിലുള്ളൂ. ഇതിന് നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഞാൻ മൈക്ക് നമ്മുടെ മക്ക KMCCയുടെ സെക്രട്ടറി മുസ്തഫ മുഞ്ഞക്കുളത്തിന് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് ജുമാക്ക് ശേഷം ഇവിടെ ഓഫീസിൽ ഒരുമിച്ച് കൂടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാ, അതിനൊരു രജിസ്ട്രേഷൻ വകുപ്പ് നമ്മുടെ ഓൺലൈൻ വഴി ഉണ്ടാക്കി. ആ രജിസ്ട്രേഷൻ 200 ആളിൽ കൂടുതൽ നമുക്ക് ഒരു ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിബന്ധനയൊക്കെ വെച്ച് ഞങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് 200-ൽ കൂടുതൽ ആളുകൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും രാപ്പകലില്ലാതെ അതിന് ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. കാരണം സാധാരണ ഞങ്ങൾക്ക് KMCCക്ക് മക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യമായി വിശ്രമമില്ലാത്ത ഒരു സമയം ഹജ്ജ് വേളയിലാണ് ഉണ്ടാവാറ്. ഇപ്പോൾ 3 മാസത്തിലധികമായി ഒരു വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലാണ്.
അതുപോലെ മറ്റുള്ള ഭാരവാഹികളും. നിലവിൽ ഹജ്ജ് സമയത്ത് ഹാജിമാരെ സ്വീകരിക്കലും അതുപോലെ ഹാജിമാരെ യാത്ര അയക്കലും അതുമായി ബന്ധപ്പെട്ട് ഒരു 2 മാസത്തോളം വിശ്രമമില്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം എന്ന നിലക്ക് 3 മാസത്തിൽ കൂടുതലായി ഒരു ടെലിഫോണ് ഒന്നുകിൽ മെസ്സേജ് വായിക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കാൻ, അല്ലെങ്കിൽ അത് ഫോൺ എടുക്കാൻ ഇത്രേ സമയമുള്ളൂ നമ്മുടെ നേതാക്കന്മാർക്ക്. നേരിട്ട് മുഖാമുഖം തമ്മിൽ സംസാരിക്കാൻ വരെ സമയമില്ല. ഓഫീസിലിരിക്കുന്ന സമയം വരെ നമ്മൾ നോക്കുമ്പോൾ അത്രയും വിശ്രമമില്ലാത്ത പാച്ചിൽ നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് മക്ക KMCCയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത 2 മുഖങ്ങളാണ് അവർ. പല കാര്യങ്ങളിലും ഒന്നാമത് ഈ കോവിഡ് വന്നതിന് ശേഷം കിറ്റ് വിതരണവും അതുപോലെ മയ്യത്ത് പരിപാലനവും പല ഭാഗങ്ങളിലുമായിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം, അതേപോലെ മരുന്ന് എത്തിച്ചു കൊടുക്കൽ, സ്ഥിരം രോഗികളായവരുണ്ട്, അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുള്ളവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കൽ, അവരുടെ ക്വാറന്റീനുമായി ബന്ധപ്പെട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ, എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതൊക്കെ മക്ക KMCC ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ഈ നേതാക്കന്മാർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കും അതുപോലെ ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി ഇത് കേൾക്കുന്ന എല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ മൈക്ക് ബഹുമാന്യനായ സെക്രട്ടറി കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സമൂഹത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിമാന ടിക്കറ്റ്, ഈ വിമാനം നാട്ടിലേക്ക് ചാർട്ട് ചെയ്യുന്നതിൽ അതിൽ മക്ക KMCC ഒരു റിയാൽ പോലും ലാഭം ഇതിൽ മോഹിക്കുന്നില്ല എന്ന് പ്രിയങ്കരനായ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇത് മക്ക KMCCയുടെ പ്രവർത്തനത്തിനോ മക്ക KMCCയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ഇതിൽ നിന്ന് ഒരു റിയാൽ പോലും ലാഭം കിട്ടണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. ഇതിൽ പ്രിയങ്കരനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 25% സീറ്റുകൾ ഇതിന് നമ്മൾ പാവപ്പെട്ട നമ്മുടെ മക്കയിലെ പ്രവാസി സമൂഹത്തിന് ഞങ്ങൾ റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിന് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രവർത്തകന്മാർക്ക് ഇന്ന് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നതിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ പ്രവാസി സമൂഹമുണ്ട്. അവരെ തേടി പിടിച്ചുകൊണ്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രവാസി സമൂഹത്തിന് യാത്രാനുമതി ലഭിച്ച് ഇതിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റിന് അവസരം ലഭിക്കുന്ന ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഈ പാവപ്പെട്ട നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ 25% നമ്മൾ രജിസ്റ്റർ ഇതിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവരിൽ നിന്ന് ഈ പ്രവാസി സുഹൃത്തുക്കളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ടും മക്കയിലെ ഇവിടുത്തെ ബിസിനസ്സുകാരും ഇവിടെ നല്ല നിലയിൽ ബിസിനസ് നടത്തുന്ന ആളുകളുമായി സംസാരിച്ച് അവരിൽ നിന്ന് ഡൊണേഷൻ വാങ്ങിക്കൊണ്ട് നമ്മൾ 25% ആളുകളെ ഈ ചാർട്ടർ ഫ്ലൈറ്റിൽ നമ്മൾ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 10 റിയാലിന് ടെലിഫോണിൻ്റെ കാർഡ് പോലും റീചാർജ് ചെയ്യാൻ സാധിക്കാതെ ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വിളിക്കാൻ വേണ്ടി നിരന്തരമായി മിസ് കോൾ ചെയ്തുകൊണ്ട് അവർ തിരിച്ചു വിളിക്കുമ്പോഴാണ് അവരുടെ വല്ലാത്തൊരു വിഷമിപ്പിച്ച കഥകൾ നമ്മോട് പറയുന്നത്. ഞങ്ങൾക്ക് ടെലിഫോൺ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പണമില്ല, നാടുമായി ബന്ധപ്പെട്ടിട്ട് ദിവസങ്ങളോളമായി നാട്ടിലെ ബന്ധപ്പെട്ട ആളുകളുമായി വളരെ പരിഭ്രാന്തിയിൽ അവർ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആളുകൾ നമ്മോട് ബന്ധപ്പെടുന്നത്. ആ ബന്ധപ്പെടുന്ന ആളുകളുടെ കണക്ക് ലിസ്റ്റുകൾ എടുത്തുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ടിക്കറ്റിന് പണമില്ലാത്ത നമ്മുടെ മക്കയിലെ പ്രവാസി സമൂഹത്തിനെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് 25% ടിക്കറ്റ് ഇതിൽ ഞങ്ങൾ റിസർവ് ചെയ്തു വെക്കാൻ കാരണം അതാണ്. അത് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മക്കയിലെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ പൂർത്തീകരിക്കാനാണ് സാധിക്കുന്നത്. ഇവിടെ മക്കയെ KMCC ചാർട്ട് ചെയ്യുന്ന മുഴുവൻ ഫ്ലൈറ്റുകളിലും ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്, മക്ക KMCC ചാർട്ട് ചെയ്യുന്ന മുഴുവൻ ഫ്ലൈറ്റുകളിലും 25% ടിക്കറ്റ് പാവപ്പെട്ട് ഇവിടെ ബുദ്ധിമുട്ടി ഇവിടെ റൂമുകളിൽ വിശ്രമിക്കുന്ന പണികളില്ലാതെ ദിവസങ്ങളോളം മാസങ്ങളോളം പണിയില്ലാതെ ഇവിടെ കഷ്ടപ്പെടുന്ന പ്രവാസി സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക്, അവരുടെ കുടുംബങ്ങളുടെ അടുത്തേക്ക്, അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാവണം. മക്ക KMCC കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയപ്പോൾ ഇവിടുത്തെ മക്കയിലെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി, വലിയ വലിയ ബിസിനസ്സുകാരുടെ സഹായത്തോടു കൂടി, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണ കിറ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞു. ആ ഭക്ഷണ കിറ്റ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നാട്ടിലേക്ക്
ഏതെങ്കിലും രീതിയിൽ എത്തണമെന്നുള്ള ആഗ്രഹം മക്ക KMCCയുമായി അവർ പങ്കുവച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെ ഇവിടെ ബുദ്ധിമുട്ടുന്ന പ്രവാസി സുഹൃത്തുക്കളെ കണ്ടെത്തി 25% ടിക്കറ്റുകൾ അവർക്ക് റിസർവ് ചെയ്തുകൊണ്ട് വീണ്ടും മക്ക KMCC മാതൃക കാണിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ മക്ക KMCCയുടെ കിറ്റ്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ തയ്യാർ ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ വളരെ ബുദ്ധിമുട്ടി, വളരെ ഇവിടെ മക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകന്മാർ ഈ കോവിഡ് പോസിറ്റീവായുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് അവരുടെ ഒരുപാട് ആളുകൾ റൂമിനകത്തിരിക്കാതെ നമ്മുടെ പ്രവർത്തകന്മാർ, ഒരുപാട് വളണ്ടിയർമാർ, ഒരുപാട് ആളുകളുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരു രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മക്ക KMCCയുടെ ചാർട്ടർ വിമാനത്തിൻ്റെ സുഖകരമായ ഇവിടെ നിന്ന് മക്കയിലെ പ്രവാസികൾക്ക് ജിദ്ദയിൽ നിന്ന് പറന്നുയരുന്ന രീതി എല്ലാ രീതിയിലും ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ യാത്രാരേഖകൾ ശരിയാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മക്ക KMCCക്ക് സുമനസ്സുകളുടെ സഹായം ഉണ്ടാവണം ഈ ചാർട്ടേഡ് വിമാനത്തിന് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ഭൂമിയിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.